അമേരിക്കയിൽ ആരോഗ്യ പരിശോധനയ്ക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ തിരിച്ചെത്തി. ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്, ഡിജിപി റവാദ ചന്ദ്രശേഖർ എന്നിവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. നേരത്തെ നടത്തിയ ചികിത്സയുടെ അവലോകനത്തിന് വേണ്ടി ഈ മാസം 5-നാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. മുഖ്യമന്ത്രി തിരിച്ചെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ന് ഔദ്യോഗിക പരിപാടികളുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, തുടർ ചികിത്സയുടെ ഭാഗമായി ഈ മാസം 5-ാം തീയതിയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ജയതിലകം, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും ചേർന്നാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. ഇന്ന് നിലവിൽ പൊതുപരിപാടികളൊന്നും തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി തിരിച്ചെത്തുമ്പോൾ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംബന്ധിച്ച നിരവധി പ്രശ്നപരിഹാരം മുന്നിലുണ്ട്. കാരണം കീം പരീക്ഷാ ഫലം പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, പരാതികൾ നിലനിൽക്കുന്നു. സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട്. ഒപ്പം വിദ്യാഭ്യാസ വകുപ്പിലെ ചില സമയമാറ്റ വിവാദങ്ങൾ, ഭാരതാംബ വിവാദം, ഇങ്ങനെ വലിയ വിവാദങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തിയിട്ടുള്ളത്. ഇതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ, തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. ഇതിൽ മുഖ്യമന്ത്രി കൂടി എത്തിയതിനു ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് പല വിഷയങ്ങളിലും കടക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. പ്രധാനമായും ഈ സർവകലാശാലകളിൽ VC നിയമനത്തിലെ നടപടികൾ മുഖ്യമന്ത്രി എത്തിയതോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് സർക്കാർ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഒപ്പം സർക്കാരിന്റെ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് ഉള്ള സർവകലാശാലയിലാണ് കുറേ ദിവസങ്ങളായി വലിയ ഭരണ പ്രതിസന്ധി നിലനിൽക്കുന്നത്. സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി എത്തിയതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു നീക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം ഈ സ്കൂൾ സമയമാറ്റത്തിൽ വലിയ വിവാദം മുസ്ലിം മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിലും സർക്കാർ ഏതെങ്കിലും തരത്തിൽ തുടർ നടപടി സ്വീകരിക്കുമോ അതോ വിദ്യാഭ്യാസ വകുപ്പെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ തീരുമാനങ്ങൾ വരാനുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തുമ്പോൾ വലിയ തരത്തിൽ പ്രശ്നപരിഹാരം, ഒപ്പം ഇടപെടാൻ തക്ക വലിയ വിഷയങ്ങളാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ളത്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.